പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. വളരെ സന്തോഷത്തോടെ ഒരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ചത്തുപോയി. ഞാൻ ചത്തുപോയി. തണ്ണിമത്തൻ തിന്നതാണ് കാരണം. അല്ല, ചത്താളാണല്ലോ ഇരുന്ന് സംസാരിക്കണേ. തണ്ണിമത്തൻ തിന്നാൽ ആൾ ചാവുമോ? മുമ്പേ നിന്ന് നിങ്ങൾ കേട്ടില്ലേ? തണ്ണിമത്തൻ തിന്നിട്ട് ഒരു കുടുംബത്തിലെ 4 പേര് മരിച്ചുപോയി. ഛർദിച്ച് വയറിളകി അവശരായി ആശുപത്രിയിലായി. എന്നിട്ടാണ് മരിച്ചത്. അവർ രാത്രി എന്തോ ഒരു വലിയ പരിപാടി നടത്തിയിരുന്നു. അതിൽ ബിരിയാണിയും പിന്നെ കണ്ട സാധനങ്ങൾ മുഴുവനൊക്കെ തിന്നിരുന്നു. അതിൻ്റെ പുറകെ തണ്ണിമത്തനും കൂടെ കഴിച്ചു. അങ്ങനെയാണ് മരിച്ചത്. അല്ല, അത് മനസ്സിലായി. അങ്ങനെ അവർ കഴിച്ചിട്ട് അവർ മരിച്ചു. അതിനിപ്പോൾ ഈ ജേക്കബ് വടക്കഞ്ചേരി എന്തിനാ ചത്തുപോയേ? അല്ല, ഞാൻ എത്രയാ തണ്ണിമത്തൻ കഴിക്കണേ? ഒറ്റ ഇരിപ്പിന് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ചെറിയ തണ്ണിമത്തൻ മുഴുവനോ അങ്ങോട്ട് കഴിക്കണ പല ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ തണ്ണിമത്തൻ കഴിച്ചാൽ ആൾ ചാവില്ലേ? അങ്ങനെ ചത്തുപോയിട്ടുണ്ടാവണമെന്നേ. തണ്ണിമത്തൻ ആളെ കൊല്ലും. കോഴി ബിരിയാണിയും കുഴപ്പമില്ല. പിന്നെ കഴിച്ച ബേക്കറി സാധനങ്ങളോ എന്തൊക്കെ കഴിച്ചു എന്നറിയില്ല. അതൊന്നും ഒരു കുഴപ്പവും ചെയ്യില്ല എന്ന് ഉറപ്പാ. പക്ഷെ തണ്ണിമത്തൻ കഴിച്ചാൽ ദേശീയ മാധ്യമങ്ങൾ മുഴുവനും ഇന്ത്യ ഒട്ടാകെ ലോകമൊട്ടാകെ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. തണ്ണിമത്തൻ കഴിച്ചു മരണം. വായിച്ചു വരുമ്പോൾ അവർ വളരെ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു. അതിൽ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പലതരം കറികളുണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതായിരിക്കാം. ജങ്ക് ഫുഡുകളെന്ന് പറയുന്ന സാധനങ്ങൾ പലതുണ്ടാകും. കൊക്കരക്കോളയോ പെപ്സി കൊള്ളയോ കഴിച്ചിട്ടുണ്ടാകാം. അതൊന്നും ആളെ കൊല്ലില്ല. പക്ഷേ അവർ തണ്ണിമത്തൻ കഴിച്ചു. മുംബൈയിൽ തണ്ണിമത്തൻ്റെ വില അങ്ങനെ തന്നെ താണു. ആരും തിരിഞ്ഞു നോക്കണില്ല. വിഷസാധനമല്ലേ. 1 കിലോയ്ക്ക് 5 രൂപ 7 രൂപയൊക്കെയായി. കടക്കാർ ഗതികേടിലായി, കച്ചവടക്കാരുടെ കഷ്ടകാലമായി. നമ്മുടെ നാട്ടിൽ പോലും തണ്ണിമത്തൻ ആവശ്യക്കാരില്ലാണ്ടായി, പേടിയായ ആളുകൾക്ക്. പിന്നെ എന്തൊക്കെയാ പറയണത്? തണ്ണിമത്തൻ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നിറം കുത്തിവയ്ക്കും. പറിച്ചെടുത്തിട്ട് നിറം കുത്തിവെച്ചാൽ അവിടെ തന്നെ കിടക്കലല്ലാണ്ട് സ്പ്രെഡ് ചെയ്യത്തില്ല. പഴങ്ങളും പച്ചക്കറികളും അപകടമാണ്. കോഴി ബിരിയാണിയെ, ഷവർമ്മയെ, കുഴിമാന്തിയെ, കില്ലർ എഫ്സിയെ, മാക്ഡൊണാൾഡ്സിനെ, പിശാച് ഹട്ടിനെ ഒന്നും സംശയിക്കാൻ പാടില്ല. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയാനും പാടില്ല, എഴുതാനും പാടില്ല. തണ്ണിമത്തനെ ചോദിക്കാനും പറയാനും ആരുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും തണ്ണിമത്തൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസറെ കണ്ടിട്ടുണ്ടോ? തണ്ണിമത്തൻ്റെ MD കണ്ടിട്ടുണ്ടോ? തണ്ണിമത്തൻ കോർപ്പറേഷൻ MD. കശുവണ്ടിക്ക് കോർപ്പറേഷൻ ഉണ്ട്, MD ഉണ്ട്. ഹൈക്കോടതി കിടന്നിങ്ങനെ ഞെരങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കോടികളുടെ അഴിമതിയാണ്. പക്ഷേ അഴിമതി ചെയ്തവർക്ക് കോടതി പോവാതെയുള്ള സംരക്ഷണം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നൽകിക്കൊണ്ടേയിരുന്നു. കോടതിക്ക് അവസാനം ദേഷ്യം പിടിച്ചതൊക്കെ നമ്മൾ കണ്ടു. ചീഫ് സെക്രട്ടറിയോട് വരാനൊക്കെ പറഞ്ഞു. കശുവണ്ടി കോർപ്പറേഷനുണ്ട്, ഏലം കോർപ്പറേഷനുണ്ട്. ഒക്കെ ഗംഭീരന്മാരാണ്. പാവം തണ്ണിമത്തന് ചോദിക്കാനും പറയാനും ആരുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ടി വിയിൽ
തണ്ണിമത്തൻ കഴിക്കൂ, ആരോഗ്യം നന്നാക്കൂ. കണ്ടിട്ടുണ്ടോ? അപൂർവമായിട്ട് ചിലപ്പോൾ ഒരു ചെറുത് അതുമൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്, എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അനാകർഷകമായി ഒരു പരിപാടി കാണിച്ചെന്ന് വരാം. പക്ഷേ കില്ലർ സിയുടെ പരസ്യത്തിൽ, മാഡ് ഡൊണാൾഡ്സിൻ്റെ പരസ്യത്തിൽ, പിശാച് ഹട്ടിൻ്റെ പരസ്യത്തിലെല്ലാം എന്തൊരു വർണ്ണ പൊലിമയോടെയാണ് പോഷ് ഫാമിലി ഇരുന്ന് അതൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുന്നതിൻ്റെ രംഗങ്ങളെല്ലാം കാണിച്ച് നിങ്ങളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കും. അത്യാകർഷകമാണ് പരസ്യങ്ങൾ, എന്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അന്നദാതാവായ പൊന്നു ബിരിയാണിയുടെയും പൊന്നു മാഡ് ഡൊണാൾഡ്സിൻ്റെയും പൊന്നു പിശാച് ഹട്ടിൻ്റെയും പൊന്നു കില്ലർ എഫ്സിയുടെയും ഉൽപ്പന്നങ്ങളെ തൊട്ട് കളിച്ചാൽ ശരിയാവത്തില്ല എന്ന് ഇതാണ് ഒരു കാരണം. ഏതായാലും മുംബൈയിലെ കുടുംബത്തിൻ്റെ മരണകാരണം തണ്ണിമത്തനാകാമെന്ന് പോലീസ് പറഞ്ഞു. ആണ് എന്നുള്ള രീതിയിൽ സകല മാധ്യമങ്ങളിലും വാർത്ത വന്നു. അവസാനം ഒരു വരി ആവാമെന്ന് സംശയിക്കുന്നു എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാണ് നടന്നത്. തണ്ണിമത്തൻ കർഷകരും കച്ചവടക്കാരും അത് കഴിച്ചിരുന്ന ആളുകളും എല്ലാം ആശങ്കയിലായി. കച്ചവടക്കാർക്ക് ധനനഷ്ടമുണ്ടായി. ഇപ്പോൾ വിവരം പുറത്തു വന്നിരിക്കുന്നു, തണ്ണിമത്തനല്ല, കഠിനമായ വിഷം വേറെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഏതോ ഒരു തരത്തിൽ അവരുടെ ഉള്ളിൽ എത്തിയിരുന്നു. ആ വിഷമാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. വാർത്ത കൊടുത്തവരെല്ലാം സേഫാണ്, അവർക്കൊന്നും പോകാനില്ല. ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയതിൻ്റെ പേരിൽ ഒരു മാർക്കറ്റിംഗ് കൂടുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ പല വേഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള, അവരെ ആരോഗ്യകരമായി ജീവിക്കാൻ കുറഞ്ഞ ചെലവിൽ സഹായിക്കുന്ന വൻകിട കച്ചവടക്കാർക്ക് അമിത ലാഭം കൊയ്യാനിടയില്ലാത്ത ജനോപകാരപ്രദമായ സാധനങ്ങളെയെല്ലാം വഷളായി ചിത്രീകരിക്കുക. തർക്കം കിട്ടുമ്പോൾ അതിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അപകടകാരിയായ മുദ്രകുത്തി ജനങ്ങളിൽ നിന്ന് അകറ്റുക. മാങ്ങ കഴിക്കുന്നത് അപകടമാണ്. മാങ്ങയുടെ ഉള്ളിൽ പുഴുവുണ്ടാകാം. പക്ഷേ ഫ്രൂട്ടി പൾപ്പാണെങ്കിൽ അല്ലെങ്കിൽ ടെട്രാ പാക്കിലുള്ള ഫ്രൂട്ടി ജ്യൂസുകളാണെങ്കിൽ അതിലൊരു കുഴപ്പവും വരില്ല. അത് ഈ മാങ്ങയുടെ ഒന്നും കാണിച്ചിട്ട് ഒരു ചിത്രം മാത്രം ചിലപ്പോൾ പുറത്തുണ്ടായെന്ന് വരും. നല്ല അളവിൽ പഞ്ചസാരയൊക്കെ ചൊരിഞ്ഞിട്ട് ആകൃതം പിടിച്ച് ദീർഘകാലം ഇരിക്കാനായി പ്രിസർവേറ്റീവും കൂടെ ചേർത്ത്, രുചി മാറിപ്പോവാതിരിക്കാൻ അതിനുള്ള കെമിക്കൽ ചേർത്ത്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പുഴുവരാതിരിക്കാൻ ആൻറ്റി ബാക്ടീരിയൽ കൂടെ ചേർത്ത്, ആൻറ്റിബയോട്ടിക്കുകൾ ചേർത്ത്, അത് കേമമാണ്. അതിന് പരസ്യം കിട്ടും, അതിന് കാശുണ്ട്, അതിന് സാമ്പത്തികമുണ്ട്, അതിന് ബിസിനസ് വയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ചുമ്മാ മാങ്ങ നഗരത്തിലൂടെ നടക്കുന്ന അമ്മച്ചിയുടെ കൊച്ചമ്മയുടെ ഒക്കത്തിരിക്കുന്ന കൊച്ച് മാങ്ങ ചപ്പി തിന്നുകൊണ്ടിരിക്കുന്നു. പോയില്ലേ അന്തസ്? അതിനു പകരം ടെട്രാ പാക്കിലുള്ള ഫ്രൂട്ടി ജ്യൂസുകളാണെങ്കിൽ അന്തസ്സാണ്. ഈ പൊങ്ങച്ചമാണ് വേറൊരു ഭാഗത്ത് നമ്മളെ നശിപ്പിക്കുന്നത്. ഏതായാലും മുംബൈയിലെ കുടുംബം മരിച്ചത് സൗത്ത് മുംബൈയിലെ JJ മാർഗിൽ താമസിക്കുന്ന അബ്ദുള്ള ഡോക്കാഡിയ, 40 വയസ്സേ ഉള്ളൂ. ഭാര്യ നസ്രിൻ 35 വയസ്സ്. അവരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആയിഷ 16 വയസ്സ്, സൈനബ് 13 വയസ്സ്. അത്യന്തം ദാരുണമാണ്. അവർ സൽക്കാരമെല്ലാം നടത്തി ആളുകളെ വിട്ടിട്ട്
ആത്മഹത്യ ചെയ്യാൻ ഒരുമിച്ച് വിഷം കഴിച്ചതാണോ, അതോ പരിപാടിക്ക് വന്ന ആരെങ്കിലും വിഷം കലർത്തിയിട്ട് അവരെ മനഃപൂർവ്വം കൊന്നതാണോ, ഇതൊന്നും അറിയില്ല. ഇനി അല്പം ഗൗരവമായിട്ടൊരു കാര്യം പറയട്ടെ. എന്താണ് ഈ തണ്ണിമത്തൻ? ഈ തണ്ണിമത്തന് തണ്ണി എന്നൊരു പേരുള്ളത് കൊണ്ട് തണ്ണി അടിച്ച് കറങ്ങി കിടക്കണവരെന്നുള്ള രീതിയിലുള്ളൊരു പുച്ഛം പോലും അതിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിസ്സാരക്കാരനല്ല തണ്ണിമത്തൻ. അത് വെറും തണ്ണിയാണ് എന്ന് കരുതി, വെള്ളമാണ് എന്ന് കരുതി അതിനെ ഗുണമില്ലാത്തതായി കരുതുന്ന പലരുമുണ്ട്. അല്ല, ഒരപൂർവ സാധനമാണ് തണ്ണിമത്തൻ. നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു, നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുന്നു. ഞാനൊരു രഹസ്യം പറയാം. ആ രഹസ്യം നിങ്ങൾ ആരോടും പറയരുത്. നമ്മുടെ നാട്ടിലുള്ള രോഗികളിൽ പകുതിയിലധികം രോഗികളും ഡീഹൈഡ്രേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തകരാറ് കൊണ്ട് നടക്കുന്നവരാണ്. ആരെങ്കിലും നിങ്ങളോട് മലബന്ധം എന്ന് പറയുന്നുണ്ടോ, അതിൽ 80% ഡീഹൈഡ്രേഷനാണ്. ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാറുന്നതാണ്. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, വറുത്തതും മുരിച്ചതും പഴകിയതും ദിവസങ്ങളിരുന്നതും അലൂമിനിയം പോലുള്ള വിഷലോഹ പാത്രങ്ങളിൽ പാചകം ചെയ്തതും, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ ഒരുമാതിരിയുള്ള വിഷസാധനങ്ങൾ പോലും ശരീരത്തിൽ ആപത്തുണ്ടാക്കില്ല. അതിനെ കഴുകിക്കളയാൻ ശരീരത്തിന് സാധിക്കും. തണ്ണിമത്തൻ ഗുളികയാണ്. അതേ, പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഗുളിക. അത് പോഷകങ്ങളെല്ലാം നിറച്ച് താക്കിയതിരിക്കുകയാണ്. വല്ലാത്തൊരു വലിപ്പമായിപ്പോയി ഗുളികയ്ക്ക്. ആഹാരത്തിന് മുമ്പും പിമ്പും വായിലേക്കിട്ട് വെള്ളം ഒഴിച്ചു പോകുന്നതാണ് ഗുളിക. പ്രകൃതിയുടെ ഗുളിക ആഹാരമായി തന്നെ കഴിക്കാവുന്നതാണ്. നിരവധി രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള, നിങ്ങൾ ആഹാരത്തിന് മുമ്പും പിമ്പും കഴിക്കുന്ന ഗുളികകളിൽ അവർ ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ കെമിക്കലുകൾ ബയോളജിക്കൽ ഫോമിൽ തന്നെ, ഇത് കെമിക്കൽ ഫോമിൽ ഓർഗാനിക് കെമിക്കൽ എന്നുള്ള നിലയ്ക്ക് ഇനോർഗാനിക് കെമിക്കലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സാധനത്തെ ഓർഗാനിക്കായ രീതിയിൽ, ബയോളജിക്കലായ രീതിയിലാണ് പ്രകൃതി ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്തിരി വലിപ്പം കൂടുന്നത്. ആ പെർട്ടിക്കുലർ സാധനം മാത്രം എടുത്ത് തന്നാൽ സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ടാകും. ഇപ്പോൾ തണ്ണിമത്തൻ അതിലെന്തെല്ലാമാണോ ഉള്ളത്? പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൻ്റെ 4% വീതമാണ് കിട്ടുക. ഇനി വൈറ്റമിൻ സിയോ 14% കിട്ടും. ഒരു ഡെയിലി വാല്യൂവിൻ്റെ ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സിയുടെ 14% കിട്ടും. വൈറ്റമിൻ സി ആണ് നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനം. വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യം തുടങ്ങി അഴകിന്, വൈറ്റമിൻ സിയും അഴകിന്, സൗന്ദര്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. അത് 5% കിട്ടും. ഇത് ഒരു മുഴുവൻ തണ്ണിമത്തനിലല്ല കേട്ടോ. ഒരു കപ്പ്, ഒരു കഷണം തണ്ണിമത്തൻ്റെ കാര്യമാണ് ഈ പറയണത്, മുഴുവത്തിൻ്റെ അല്ല. പക്ഷെ തണ്ണിമത്തനിൽ പ്രോട്ടീൻ ഉണ്ടോ, ഫാറ്റ് ഉണ്ടോ? ഉണ്ട്. പലരുടെയും വിചാരം ഈ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഇറച്ചി തിന്നണ്ടേ. അപ്പം ഞാൻ ചോദിക്കും, കാട്ടിലെ ആനയ്ക്ക് എവിടെന്നാ പ്രോട്ടീൻ, എവിടെന്നാ ഫാറ്റ്? അത് മരക്കൊമ്പുകളാണ് തിന്നുന്നത്. ഓരോ ജീവിക്കും ആ ജീവിയുടെ ശരീരഘടനയ്ക്കനുസരിച്ച് ആഹാര സാധനങ്ങൾ വിധിച്ചിരിക്കുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തണ്ണിമത്തൻ ധാരാളമുള്ളത് കൊണ്ട് അതിൻ്റെ വില നമുക്കറിയില്ല എന്നതാണ് സത്യം. വേനൽക്കാലത്താണ് തണ്ണിമത്തൻ കിട്ടുക.
മഴക്കാലത്ത് പ്രകൃതി അത് നമുക്ക് തരാറില്ല. എന്താണ് കാര്യം? മഴക്കാലത്ത് നിന്റെ ശരീരത്തിന് കൂടുതൽ വെള്ളം ആവശ്യമില്ല. വേനൽക്കാലത്താണ് നീ ധാരാളമായി വെള്ളം കുടിക്കേണ്ടത്. നീ കഴിക്കുന്ന ഭക്ഷണത്തിലും ധാരാളമായി വെള്ളം ഉണ്ടാവണം. ഇതാണ് പ്രകൃതിയുടെ സന്ദേശം. ഇതാണ് പ്രകൃതി ഭക്ഷണത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളറിയാതെ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ. പ്രകൃതി ആ കാലാവസ്ഥയിൽ, ആ കാലയളവിൽ ഒരു ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂലകങ്ങൾ, വൈറ്റമിനുകൾ അതെല്ലാം നിറച്ച നിധിപേടകങ്ങളെയാണ് ആഹാരമായി തന്നുകൊണ്ടിരിക്കുന്നത്. മാങ്ങയുള്ളപ്പോൾ മാങ്ങ, ചക്കയുള്ളപ്പോൾ ചക്ക, കാച്ചിലുള്ളപ്പോൾ കാച്ചിൽ, ചേനയുള്ളപ്പോൾ ചേനയും ചേമ്പും, ഇങ്ങനെ നമുക്ക് മാറി മാറി തരാതരങ്ങളിലുള്ള വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ സാധിക്കണം. 9.4 ഗ്രാം ഷുഗറുണ്ട്. ഈ പഴങ്ങളിലുള്ള മധുരത്തെ ഷുഗർ എന്ന് വിളിച്ച് പഞ്ചസാര പോലുള്ളൊരു അപകടകാരിയാണ് എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെറ്റാണ്. പഴങ്ങളിലെ മധുരം മനുഷ്യ ശരീരത്തിൽ ലയിച്ചു ചേരുന്ന ദോഷം ചെയ്യാത്തൊരു സാധനമാണ്. പ്രമേഹം മാറ്റാൻ നേച്ചർ ലൈഫ് മധുരപ്പഴങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 200-300 കയറി നിൽക്കുന്നവർക്കല്ല, അത് ആ രോഗിയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ്. പഴങ്ങളിലെ മധുരം, കുട്ടികൾക്ക് പഴങ്ങളിലെ മധുരം കൊടുക്കുക. ഈന്തപ്പഴവും സപ്പോട്ടയും വയറ് നിറച്ച് നിങ്ങൾ കൊടുക്കുക, പേടിക്കല്ലേ. ഇനി അടുത്ത ദിവസങ്ങളിൽ അല്പം വിലയെ കാണുകയാണെങ്കിൽ പഴങ്ങൾ അതിനെല്ലാം അടിച്ച് പുറത്താക്കിയതാണ് എന്ന് മനസ്സിലാക്കുക. ആ പഴങ്ങൾ പോയി വിലയുണ്ടാക്കിയതാണ് എന്ന അബദ്ധം പറയാതിരിക്കുക. പ്രമേഹം ഉണ്ടാക്കില്ല പഴങ്ങൾ. വയറ് നിറച്ച് നിങ്ങൾ പഴങ്ങൾ കഴിച്ചോളൂ, പ്രമേഹം ഉണ്ടാക്കില്ല. പക്ഷെ വല്ല കാലത്തും നിങ്ങൾ കഴിക്കുന്ന പനിമരുന്നുകൾ, വേദനാസംഹാരികൾ, അസിഡിറ്റി മരുന്നുകൾ, ആ മരുന്നുകൾ തുടങ്ങിയുള്ള മരുന്നുകൾ നിങ്ങളെ പ്രമേഹത്തിലേക്ക് തള്ളിയിടും. മരുന്ന് കഴിച്ചാൽ ഉടനെ വരണമെന്നില്ല. സ്റ്റിറോയിഡ് മരുന്നൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ കിട്ടിയെന്ന് വരും. പെയിൻ കില്ലേഴ്സ് അളവ് കൂടിയാലും പെട്ടെന്ന് കിട്ടിയെന്ന് വരും. വളരെ കൂടുതലായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടായെന്ന് വരും. തണ്ണിമത്തനിലെ മധുരവും കരിമ്പിൻ നീരിലെ മധുരവും അത് വളരെ വിശിഷ്ടമായതാണ്. അതൊരിക്കലും പ്രമേഹമുണ്ടാക്കില്ല. ക്യാൻസറിന് എതിരായ മധുരമാണ് പഴങ്ങളിലുള്ള മധുരം. പഞ്ചസാരയും സക്കറിനും ഷുഗർലെസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ക്യാൻസറിന് പ്രിയങ്കരമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരിമ്പിനെ ചാരായമായിട്ടോ പഞ്ചസാരയായിട്ടോ കാണരുത്. തണ്ണിമത്തനെയും അതുപോലെ തന്നെ വ്യത്യസ്തമായി കാണണം. രോഗങ്ങൾ മാറ്റിത്തരുന്ന, രോഗങ്ങൾ വരാതെ സഹായിക്കുന്ന, ആരോഗ്യം നിലനിർത്തുന്ന ഔഷധങ്ങളായി, യഥാർത്ഥ ഗുളികകളായി നിങ്ങളതിനെ കാണണം. ഇനിയും അതിൽ ഫൈബർ 0.6 ഗ്രാം ഫൈബറുണ്ട്. ഈ ഫൈബർ എന്ത് കാര്യത്തിനാണ് എന്നൊരു ചിന്തയായിരുന്നു നമ്മുടെ ആധുനികന്മാർക്ക് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. ഫൈബറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് കാര്യത്തിന്? പ്രോട്ടീൻ, ഫാറ്റ്, കാർബ്, പിന്നെ കുറച്ച് വൈറ്റമിനൊക്കെ. ഈ ഫൈബറാണ് നമ്മുടെ ശരീരത്തിൽ നമ്മെ രക്ഷിക്കാൻ, നമ്മുടെ ജൈവ പ്രവർത്തനങ്ങൾ നിരവധിയായവ നടത്തിത്തരുന്ന ബാക്ടീരിയകളുടെ ഭക്ഷണം. അവ പട്ടിണിയായാൽ വലിയ താമസമില്ലാതെ വിവരം അറിയും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയകൾക്ക് കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവ ക്ഷീണിച്ചാൽ, അവ പട്ടിണിയിലായാൽ, നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയകൾ വീക്കായാൽ തന്നെ ഡിപ്രഷൻ, നിങ്ങളുടെ ബ്രെയിനിനെ അത് ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും. ഇനിയും തണ്ണിമത്തനിലെ കാർബ്സ് അത് 11.5 ഗ്രാം ഉണ്ട്. കലോറി വെറും 46 ആണ്. ഉണ്ട്, പേടിക്കാതെ നിങ്ങൾക്ക് കഴിക്കാം. ഇതൊക്കെയാണ് തണ്ണിമത്തൻ്റെ പൊതുവായ ഗുണങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാമിന നന്നായിട്ട് നൽകുന്ന സിട്രുലിൻ,
അത് തണ്ണിമത്തൻ നൽകും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. ക്യാൻസറിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ളതാണ് ബോധപൂർവം കഴിക്കേണ്ടത്. അതെല്ലാം തണ്ണിമത്തനിലുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസും മറ്റുള്ള മൂലകങ്ങളുമെല്ലാം ചേർന്ന് നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിച്ചു മാറ്റും. പ്രമേഹ സാധ്യത കുറയ്ക്കും. ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കും. ലൈക്കോപ്പീനും കുക്കുർബിറ്റാസിൻ ഇ ഇവയെല്ലാം ആൻറ്റി ക്യാൻസറസ് ആയിട്ട് അറിയപ്പെടുന്നതാണ്. ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്നതായി അറിയപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കൊളോറക്ടൽ ക്യാൻസർ. അതേപോലെ നല്ലൊരു ശതമാനം ആളുകളുടെയും അസ്വസ്ഥതകൾക്ക്, രോഗങ്ങൾക്ക് പിന്നിൽ ഇൻഫ്ലമേഷൻ. ആദ്യം ഇൻഫെക്ഷൻ, അതേ തുടർന്ന് ശരീരത്തിൻ്റെ പ്രതികരണമാണ് ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷൻ്റെ കാരണമാകുന്ന ഇൻഫെക്ഷനെ മാറ്റാൻ, ഇൻഫ്ലമേഷനെ കൂടെ മാറ്റാൻ, അതിൻ്റെ ആവശ്യമില്ലാതെയാക്കാൻ തണ്ണിമത്തൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിനെ പലപ്പോഴും നിങ്ങൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് കേട്ടിട്ടുണ്ടാകും. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്, സെൽ ഡിവിഷനെ ബാധിക്കുന്നതാണ്, സെൽ ഡെത്തിനെ ബാധിക്കുന്നതാണ്, ക്യാൻസറിലേക്ക് എത്തിക്കുന്നതാണ്. അത് പരിഹരിക്കാനും കൂടെ തണ്ണിമത്തന് സാധിക്കുമെന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. തണ്ണിമത്തന് നിരവധിയായ ഗുണങ്ങളുണ്ട് എന്നറിയാവുന്നവർക്ക് പോലും അസ്ഥിയുടെ ബലത്തിന്, സന്ധികൾക്കുണ്ടാകുന്ന നീർക്കെട്ട്, സന്ധികൾ മടക്കാനുള്ള പ്രയാസം, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, അതിനൊക്കെ തണ്ണിമത്തൻ ഗുണകരമാകുമെന്ന് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ സത്യം അതാണ്. ബീറ്റ ക്രിപ്റ്റോസാൻറ്റിൻ എന്ന് പറഞ്ഞ് ഇതിലുള്ള ഒരു വസ്തു നിങ്ങളുടെ ജോയിൻറ്റുകളെ സംരക്ഷിക്കാൻ, ജോയിൻറ്റുകളുടെ നീർക്കെട്ട് മാറ്റാൻ, നിങ്ങൾ ഇതുപോലുള്ള അപൂർവ സാധനങ്ങൾ തേടി ഗുളികകൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കുഴപ്പമുണ്ട്, മുറിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് തീർക്കണം. ഇപ്പോൾ ഒരു തണ്ണിമത്തൻ മുഴുവനും കൂടെ മുറിച്ചാൽ ഒരു വീട്ടിൽ ഒരാളെ ഉള്ളെങ്കിൽ 2 പേരുണ്ടെങ്കിൽ പോലും തീർക്കാൻ പ്രയാസം വരും. അടുത്ത വീട്ടിലൊക്കെ ഉള്ളവർക്ക് കൊടുക്ക്, അവരുടെയും കൂടെ ആരോഗ്യം നന്നാവട്ടെ. അത് പെട്ടെന്ന് തീർക്കണം. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ പരം എന്താണ് ഒരു ഫലത്തിൽ നിന്ന്, ഒരു പഴത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് തണ്ണിമത്തനുള്ളപ്പോൾ തണ്ണിമത്തൻ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. പ്രോസ്റ്റേറ്റിൻ്റെ തകരാറുള്ളവർ രാത്രി അധികം വൈകി കഴിക്കണ്ട. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അവരുടെ ഉറക്കത്തെ ചിലപ്പോൾ ഒന്ന് തടസ്സപ്പെടുത്തിയേക്കാം. അല്പം നേരത്തെ കഴിക്കുക. ഒരു നേരത്തെ ഭക്ഷണമായി തന്നെ വയറ് നിറയെ കഴിക്കുക. തണ്ണിമത്തനെ പേടിക്കണ്ട. കീടനാശിനി പ്രയോഗങ്ങൾ, അതിനെ പേടിയുണ്ടെങ്കിൽ നാം ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. ജനങ്ങൾക്കെതിരെ നിന്നാൽ ഭരണാധികാരികൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് കേരള ജനത തെളിയിച്ച സമയത്താണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളുടെ MLA ഉണ്ടല്ലോ, ഇന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡ് എഴുതി MLAക്ക് അയക്കണം. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എങ്കിലും ഈ കീടനാശിനികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അതുകൊണ്ട് നിയമസഭയിൽ നിങ്ങൾ കീടനാശിനികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടണം. ഇല്ലേ, നിയന്ത്രിക്കാനെങ്കിലും ചെയ്യണമെന്നുള്ളൊരു അപേക്ഷയും വേണമെങ്കിൽ ആവാം. എഴുതുക. അങ്ങനെ ജനാധിപത്യ രാജ്യത്തെ പൗരധർമ്മം കൂടെ പാലിച്ചാൽ ഈ കീടനാശിനി ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ളതിൻ്റെ പല മടങ്ങായിട്ട് മാംസാഹാരത്തിൽ, അതാകട്ടെ നേരിട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറും. മാംസത്തിൻ്റെ ഉള്ളിൽ ആൻറ്റി ഓക്സിഡൻസ് ഇല്ല, നിർവീര്യമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും പഴങ്ങളും പച്ചക്കറികളും തന്നെയാണ് ഇറച്ചി, മീൻ, മുട്ട, പാല് ഇവയേക്കാൾ സുരക്ഷിതം. കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തുടർന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി സംസാരിക്കുക. നന്ദി, നമസ്കാരം.